ഗസ വിഷയത്തിലെ പ്രഖ്യാപിത നിലപാടിൽ മാറ്റമില്ലെന്ന് ഹമാസ്. കൈറോയിൽ നിർണായക വെടിനിർത്തൽ കരാർ ചർച്ച നടക്കാനിരിക്കെയാണ് ഹമാസിന്റെ പ്രഖ്യാപനം. അനീതിപരമായി തുടരുന്ന ഈ ആക്രമണം പൂർണ്ണമായി തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഗസയിൽ നിന്ന് സൈന്യം പിൻവാങ്ങേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ വടക്കൻ ഗസയിൽ നിന്നും മറ്റും പുറന്തള്ളിയ മനുഷ്യർക്ക് അവിടേക്ക് തിരിച്ചു വരാനുള്ള സൗകര്യമൊരുക്കണം. ഈ പ്രഖ്യാപിതമായിട്ടുള്ള 3 ഉപാധികളിൽ ഒരു വിട്ടുവീഴ്ചക്കും തങ്ങൾ ഒരുക്കമല്ല എന്ന വളരെ കർശനമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഒസാമ ഹംദാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം, അതിൽ 20 ബന്ദികൾക്ക് പകരമായിട്ട് അവരെ വിട്ടയക്കുകയാണെങ്കിൽ ഏതാണ്ട് 1.5 മാസത്തോളം നീളുന്ന ഒരു വെടിനിർത്തലിന് തങ്ങൾ ഒരുക്കമാണ്. അതോടൊപ്പം തന്നെ ആനുപാതികമായിട്ടുള്ള തടവുകാരെ കൈമാറാൻ ഒരുക്കമാണ് എന്നുകൂടി ഈ നിർദ്ദേശത്തിൽ ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും തങ്ങൾ ചർച്ച ചെയ്യാൻ ഒരുക്കമാണ്. ഗൗരവപൂർണ്ണമായിട്ടുള്ള ഏത് വെടിനിർത്തൽ ചർച്ചയോടും വെടിനിർത്തൽ നീക്കത്തോടും തങ്ങൾക്ക് ആഭിമുഖ്യമുണ്ട്. പക്ഷേ പ്രഖ്യാപിതമായ തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല എന്നുകൂടിയാണ് ഹമാസ് വ്യക്തമാക്കുന്നത്. കാരണം അന്തർദേശീയ സമ്മർദ്ദം വലിയ തോതിൽ രൂപപ്പെട്ടിരിക്കുന്നു. അമേരിക്കയിലും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലെ സർവകലാശാലകളിൽ പലസ്തീൻ അനുകൂലമായിട്ടും യുദ്ധവിരുദ്ധമായിട്ടുമുള്ള മൂവ്മെൻറ്റുകൾ അതിശക്തമായിട്ട് തുടരുന്നു. ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ ഈ ഗസ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഔദ്യോഗികമായി തന്നെ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സമ്മർദ്ദം വലിയ തോതിൽ നിലനിൽക്കുന്ന ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ ആയിരങ്ങളാണ്. മറ്റൊരു കാര്യം, US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറയുന്നത് പരമാവധി വിട്ടുവീഴ്ച ചെയ്ത കരാർ നിർദ്ദേശങ്ങളാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് എന്നാണ്. ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചക്കായിരിക്കും ഇസ്രായേൽ തയ്യാറാകുന്നത്? ഷഹന, തീർച്ചയായിട്ടും ഇന്ന് US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ മേഖലാ പര്യടനത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ അവർ അംഗീകരിക്കേണ്ടത് അനിവാര്യമാണ്. അത്രയും വിട്ടുവീഴ്ചകൾ ഈ കരാറിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേ ആ കരാറിൻ്റെ മറ്റ് വിശദാംശങ്ങളോ അതിൽ തന്നെയും പ്രധാനമായിട്ടും ഈ പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളോ ഗസയിൽ നിന്ന് ഈ സൈന്യം പിൻവാങ്ങുന്നത് സംബന്ധിച്ച വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശവും ഇല്ല എന്നാണ് ഹമാസ് വൃത്തങ്ങൾ ആരോപിക്കുന്നത്. ഏതായാലും വലിയ സമ്മർദ്ദം അമേരിക്കയ്ക്ക് മുകളിലുമുണ്ട്. കാരണം ഇനിയും ഈ യുദ്ധം തുടരുകയാണെങ്കിൽ അത് ഏത് സമയം വേണമെങ്കിലും ഒരു മേഖലാ യുദ്ധമായിട്ട് മാറും. കാരണം അതിൻ്റെ പരിണതികൾ അനുഭവിക്കേണ്ടി വരുന്നത് ഗൾഫ് ഉൾപ്പെടെയുള്ള മേഖലയായിരിക്കും. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇനിയും യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനും ഇസ്രായേലിനെ ആയുധമണിമിക്കാനുമുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങണമെന്നാണ് പരോക്ഷമായിട്ടാണെങ്കിലും ഈ ഗൾഫ് രാജ്യങ്ങൾ അതിശക്തമായിട്ട് ഇന്ന് റിയാദിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും തങ്ങളുടെ ഈ ആക്രമണം അവസാനിപ്പിക്കാതെ കേവലം 1.5 മാസത്തേക്ക് വേണ്ടി ഈ ബന്ദികളെ കൈമാറിയത് കൊണ്ട് മാത്രം പ്രായോഗികമായിട്ട് തങ്ങൾ ഈ യുദ്ധം എവിടെയും എത്താൻ പോകുന്നില്ല. പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കും പിന്നെയും ഉണ്ടാവുക. അതുകൊണ്ട് ആക്രമണം അവസാനിപ്പിക്കുകയും ഗസയിൽ നിന്ന് സൈന്യം പിൻവാങ്ങുകയും ചെയ്യണമെന്ന ആ നിലപാടിൽ തന്നെ ഹമാസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്ര കണ്ട് ഈ കൈറോ ചർച്ച മുന്നോട്ട് പോകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നേരത്തെ പാരീസിലും ദോഹയിലും പിന്നീട് കൈറോയിലും നടന്ന ചർച്ചകളൊക്കെയും പരാജയപ്പെട്ടത് ഇസ്രായേലിൻ്റെ ഈ കടുംപിടുത്തം മൂലമായിരുന്നു. പക്ഷേ ഹമാസ് വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കെ ഇനി ഇസ്രായേലിൻ്റെ നീക്കം അല്ലെങ്കിൽ അമേരിക്കയുടെ ഇടപെടൽ ഇതൊക്കെയും ഇതിൽ ഏറ്റവും പ്രധാനമായിരിക്കും. ഷഹന, നാസർ, മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരുമായൊക്കെ റിയാദിലെ ചർച്ചയ്ക്ക് ശേഷമാണ് നാളെ ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ എത്തുന്നത്. ഇസ്രായേലിൽ എത്തുമ്പോൾ ഇക്കാര്യം തന്നെയാവില്ലേ ചർച്ചയാവുക? ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന്മേൽ സമ്മർദ്ദം ചെലുത്താൻ ബ്ലിങ്കന് കഴിയുമോ? കാരണം നമുക്കറിയാം, കൊളംബിയ യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ കടുത്ത പ്രതിഷേധം അമേരിക്കയിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇസ്രായേലിന്മേൽ ഏത് തരത്തിലുള്ള സമ്മർദ്ദം അമേരിക്കയ്ക്ക് ചെലുത്താനാവും? അപ്പോൾ കൈറോ ചർച്ചയും ഒരു വഴിക്കെത്തില്ലേ? വെടിനിർത്തൽ സാധ്യത അവിടെ ഉയരാനുള്ള സാധ്യതയുണ്ടോ? ഷാന, വലിയ ഒരു നിലപാട് മാറ്റം അമേരിക്കയിൽ നിന്ന് ഉണ്ടായി എന്ന് ഈ ഘട്ടത്തിൽ പോലും പറയാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് ഇന്ന് റിയാദിൽ മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ റിയാദിലെ സാമ്പത്തിക ഫോറം ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ട് പോലും ഏറെക്കുറെ ഇസ്രായേലിനെ കൃത്യമായിട്ട് തന്നെ ന്യായീകരിക്കുന്ന ഇസ്രായേലിൻ്റെ സുരക്ഷ എന്നത് പ്രധാനമാണ് എന്ന് പറയുന്നു. ഹമാസിനെ കുറ്റപ്പെടുത്താൻ പലരും തയ്യാറാകുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും ഇസ്രായേൽ അനുകൂലമായിട്ടുള്ള നിലപാട് തന്നെയാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ സ്വീകരിക്കുന്നത്. കാരണം ഇത്രയും 200 ദിവസം പിന്നിട്ടൊരു യുദ്ധത്തിൻ്റെ ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വീണ്ടും ഇസ്രായേലിൽ എത്തിക്കാൻ, അതായത് ഈ യുദ്ധത്തിൽ കൃത്യമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്ന ഒരു രാജ്യമായി തന്നെ മുന്നോട്ട് പോകാൻ അമേരിക്ക തീരുമാനിക്കുന്നിടത്തോളം മറ്റ് നയതന്ത്ര തലത്തിലുള്ള ഏതെങ്കിലും സ്വാധീനത്തിലൂടെ ഇസ്രായേലിനെ തിരുത്താനോ ഇസ്രായേലിനെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നാളെ ഇസ്രായേൽ എത്തുമ്പോൾ ഇസ്രായേൽ സുരക്ഷ ഒക്ടോബർ 7 എന്ന ആ ഒരു സ്ഥിരം വാചകങ്ങൾ ആവർത്തിക്കുന്നു എന്നതിലപ്പുറത്ത് കഴിഞ്ഞ 3/4 നൂറ്റാണ്ടായിട്ടൊരു ജനത
നേരിടുന്ന പ്രതിസന്ധികൾ, ആ ജനതയ്ക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പരിഹാരം, രാഷ്ട്രീയ പരിഹാരം, അവരുടെ ജീവൻ്റെയും നിലനിൽപ്പിനും വേണ്ടിയുള്ള ഒരു നടപടികൾ, ഇതൊന്നും തന്നെ പിന്നെ അമേരിക്കയുടെ അജണ്ടയിലേക്ക് ഇപ്പോൾ പോലും വന്നിട്ടില്ല. ആഭ്യന്തര തലത്തിൽ വലിയ പ്രതിസന്ധി രൂക്ഷമാണ്. കാരണം നേരത്തെ വിയറ്റ്നാം യുദ്ധത്തിന് നിന്ന് അമേരിക്കയ്ക്ക് പിന്മാറേണ്ടി വന്നത് പോലും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഒരു അവസരം കൂടി മുൻനിർത്തിക്കൊണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ അമേരിക്കയിൽ ഉടനീളം, കൊളംബിയയിൽ മാത്രമല്ല പല യൂണിവേഴ്സിറ്റികളിലും പ്രക്ഷോഭം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ വാഴ്സിറ്റികളിലേക്കും ആ പ്രക്ഷോഭം പടരുന്നുണ്ട്. ഇതൊക്കെ അന്തർദേശീയ സമ്മർദ്ദം വരുമ്പോൾ പോലും ഇസ്രായേൽ അനുകൂലമായ, ഇസ്രായേൽ സുരക്ഷ എന്ന ഒരൊറ്റ ദ്വന്ദ്വത്തിൽ, ഒറ്റ ബിന്ദുവിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലൊരു പരിഹാരം വരണമെങ്കിൽ ഈ നിലപാടിൽ കൃത്യമായിട്ടുള്ള മാറ്റം വരുത്താനും ഇസ്രായേലിനെ കൂടി വിമർശന വിധേയമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അത് എത്ര ഉണ്ടാകും എന്നതിനെ ആശ്രയിച്ചിരിക്കുകയാണ് ഈ പശ്ചിമേഷ്യയുടെ ഭാവിയും ഗസയുടെ ഭാവി നടപടികളും എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ്. ഷഫാന. ശരി, ഈജിപ്തിലെ കൈറോയിൽ മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കാനിരിക്കെ തങ്ങളുടെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.